This one, Nintendo again. Nintendo. And go down. I keep here and I switch. WKF റഫറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഇത് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. ഹൻഷി ജോഹൻ. So when you join Chikibukai, you can join in Kuniba Shitori, you can join in Kunibari Yogoshindo, etc. Because we offer so many things, and this will be four full systems in this arts. What I like to do. Hi. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ. മാർഷൽ ആർട്സിനെ കുറിച്ചുള്ള പല ന്യൂസുകളും മലയാള ജനതാ ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർഷൽ ആർട്സിനെ കരാട്ടയെക്കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഞാനും ഒരു കരാട്ടെ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ പല ന്യൂസുകളും ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം നാം ചെയ്ത ലൈവ് ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യൂറോപ്പിൽ നിന്നെത്തിയ ഗ്രാൻഡ് മാസ്റ്റർ അദ്ദേഹം മാർഷൽ ആർട്സിന്റെ പുതിയൊരു സെൽഫ് ഡിഫൻസ് കരാട്ടയെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. Goshindo is a self-defense system created by Soki Shogokuba. Since he was 4 years old, starting living in Okinawa, his uncle, not his father, we don't know who his father was. His uncle, Kosei Kokuba. He said to him, now you need to go to this Aikido master. കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ ഹാൻഷി ജോഹൻ ബാക്കറ്റ്മാൻ ആണ് കേരളത്തിൽ എത്തിയത്. കുനിബാറിയോ ഗോഷിൻഡോയും കുനിബാറിയോ കുബോഡോയും പ്രചരിപ്പിക്കുന്നതിനായാണ് ഹാൻഷി ജോഹൻ ബാക്കറ്റ്മാൻ കേരളത്തിൽ എത്തിയത്. കരാട്ടയിൽ പല സ്റ്റൈലുകളുണ്ടെങ്കിൽ പ്രധാനമായും ഗോജുരിയോ, വഡോരിയോ, ഷോട്ടോക്കാൻ, ഷിട്ടോറിയോ എന്നീ സ്റ്റൈലുകളിലാണ് പല കരാട്ടെ പഠനങ്ങൾ കേന്ദ്രങ്ങളും നടക്കുന്നതെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർഷൽ ആർട്സുമായിട്ടാണ് ഹാൻഷി കേരളത്തിൽ എത്തിയത്. ഇത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കത്തയ്ക്ക് പുറമെ സെൽഫ് ഡിഫൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകി ഗോഷിൻഡോ കേരളത്തിൽ അവതരിപ്പിക്കാനെത്തിയത്. സെൽഫ് ഡിഫൻസിന്റെ വ്യത്യസ്തത പുലർത്തിയ ഒരു സെമിനാർ ആയിരുന്നു ഇത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. Okay. So, right hand to left hand is good. Knee. Very careful. ഏഷ്യൻ കെൻറിയോ കരാട്ടെ പ്രസിഡന്റ് കിയോഷി ഗിരീഷ് പെരുന്തട്ടയെ ഏഷ്യൻ ചീഫ് കോർഡിനേറ്ററായും ഹാൻഷി വിനോദ് വിവി, കോഷി സക്കീർ ഹുസൈൻ, കിയോഷി നൈസാം, കിയോഷി മനോജ് മഹാദേവ എന്നിവരെ ഇന്ത്യൻ ഡയറക്ടേഴ്സ് ആയി നിയമിച്ച ടീമാണ് ഈ സെമിനാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. എന്താണ് ഇന്റർനാഷണൽ കരാട്ടെ കുബോഡോയും ഗോഷിൻഡോയും എന്ന് നമ്മോട് വിശദീകരിക്കുകയാണ് ഗിരീഷ് പെരുന്തട്ടയും ഗ്രാൻഡ് മാസ്റ്റർ ഹാൻഷി ജോഹൻ ബാക്കറ്റ്മാനും. ഏഷ്യൻ കുനിബാറിയോ കുബുഡോ ഗോഷിൻഡോയുടെ പ്രസിഡന്റ് ആൻഡ് ചീഫ് ഇൻസ്ട്രക്ടറാണ്. അദ്ദേഹം ഞങ്ങളുടെ ഇന്റർനാഷണൽ മാസ്റ്ററാണ്. കുബുഡോയിലും ഗോഷിൻഡോയിലും കരാത്തയിലും 8 ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. 14 വർഷത്തോളം സ്വീഡൻ കരാട്ട ഫെഡറേഷന്റെ ടീം മെമ്പറായിരുന്നു. WKF റഫറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഇത് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. ഹൻഷി ജോഹൻ. ഞങ്ങളുടെ ഇന്ത്യയിൽ ഈ ഗോഷിൻഡോ ഇല്ല, ഒരു കുനിബാറിയോ ഗോഷിൻഡോ മാർഷൽ ആർട്ട് ഇല്ല. അപ്പൊ അത് നമ്മളിത് ചെയ്യുന്ന 4 ആർട്ടുണ്ട്. യായിഡോ ഉണ്ട്, കരാത്തെ ഉണ്ട്, ഗോഷിൻഡോ ഉണ്ട്, ആൻഡ് കുനിബാറിയോ കുബുഡോ ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യയിലെ ആളുകൾക്ക് ഇത് പഠിപ്പിക്കാൻ, ഈ ആർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. Okay, my name is Johan, and I am Hanshi of Chikibukai Europe. I am also inside the board of Chikibukai Europe, and it's the technical board international. I want to explain something about our arts. We are a martial arts organization, and by that means not only Karate Do. We have 3 more martial arts. The reason is my master Soki Shogo Kuniba was samurai family. And he practiced everything from kid and up like this.
So when you join Chikibukai, you can join in Kuniba Shitori, you can join in Kunibari Yogoshindo, etc. Because we offer so many things, and this will be four full systems in this box. And I'm very happy to appoint Kiyoshi Girish as the Kunibari Yokubudo, Kunibari Yogoshindo Director of India and Asia. I would also like to mention Xian Shon. He's Konebaha Shitoryu Chief Instructor. And also, yes, we also appointed under Director Girish, Hanshi, hi, and Kiyoshi. These two gentlemen. Yes. And Kyoshi Naizan, Hi. Hi. and Kyoshi Naizan, and Kyoshi Manoj Mahareva. The reason is we need to have structure. If we have good structure, we've been able to spread the art, and it will be order in everything. So this is what I like to do. Hi. I'd like to explain the art of Kunibari Goshindo. The word Goshindo means the way of self-defense, but it is the Kuniba way of self-defense. It is a mixture between old karate, karate jutsu, aikido, and judo into a system. And when my teacher Sokisho Kuniba moved from Japan to USA, he developed this system. He met big Americans, so he wanted to test the system on these big Americans. And also they developed this in the Virginia police state for the police officers, also for military in Virginia. So this is basically a short explanation. I would also like to say something. Our head is W.H. Price. He's a retired police educator in Virginia State, Bristol County. He was best friend of Soki Shogo Kuniba, and they practiced together many years. So he got testamented from Shogo Kuniba the arts. Karate, we have four major basic styles, and that is Chotokan, Chitoryu, Goju-ryu, and Wado-ryu. Shitoryu actually has different styles inside. It is not only Shitoryu. If you practice Shitoryu, you really need to know the original. What do you practice? Kuniba-ha, Inoue-ha, Hayashi-ha, Shitokai, Mabune-ha, etc., etc. If you compare these Shitoryu styles among each other, Kuniba-ha is very, bunkai, application. Everything has a meaning, because my Soki was a master of application. I mean, you have to know what you're doing. It's a fighting system. It's not a ballet dance. Okay. Say Shogo Kuniba was the third Soki of this style. The first one was Chokimotobo. Chokimotobo, very, very famous karate master. He actually always argued with Funakoshi in Chotokan. But Chokimotobo, number one, he was friend with uncle from Shogo Kuniba, Kosei Kokuba. So when Chokimotobo died, Kosei Kokuba took over. And when Kosei Kokuba getting older, he said, my son, you will be the next Soki. And he was only like 22 years. Soki is a head of style, like a papa or something. Makes sense. Let's go Japan. Huh? Who are soccer in Japan from? Yeah, but from the beginning, Okinawa, Chokimotobo, and then moving into Japan. So both Okinawa, Japan style. മാർഷൽ ആർട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കരാട്ട വരുന്നതെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഗോജിരിയോ, വഡോരിയോ, ഷോട്ടോക്കാൻ, ഷിട്ടോറിയോ എന്ന സ്റ്റൈലുകൾക്കപ്പുറമുള്ള മറ്റ് പല സ്റ്റൈലുകളുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ മാർഷൽ ആർട്സിൻ്റെ ഭാഗമായുള്ള സെൽഫ് ഡിഫൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്റർനാഷണൽ കരാട്ടെ കുബുഡോയും അതോടൊപ്പം തന്നെ ഗോഷിൻഡോയും ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ എത്തിയത് എന്നാണ് ഹാൻഷി ജോഹാൻ ബാഗറ്റ്മാൻ പറഞ്ഞത്. കരാട്ടയുടെ ഫോമായ കത്തയും അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള ചെറിയൊരു സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായുള്ള കുമിത്തെ ബൂങ്കായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ ഒരു ബൂങ്കായി ഫൈറ്റിംഗ് ടെക്നിക്കാണ് ഇപ്പോൾ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Short application of the
kata. Okay. ഓക്കെ. Yeah. Come in. Right. No, we're gonna do this one and push. Push. Grabbing. Grabbing. Now hit and down. This will be hit. കുനിബാറിയോ കുബോഡയെക്കുറിച്ച് കിയോഷി ഗിരീഷ് പെരുന്തട്ട നമ്മോട് വിശദീകരിക്കുന്നതോടെ നമുക്ക് കേൾക്കാം. സോ എന്താണ് ഇപ്പോൾ കരാട്ടയിൽ കാരണം പല സ്റ്റൈലുകളുണ്ടെങ്കിലും ഒരു പുതിയ മാർഷൽ ആർട്സിനെയാണല്ലോ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് വ്യാപിക്കാൻ ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. എന്താണ് സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കരാത്തെ അസോസിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുറേ കരാത്തെ ചെയ്യുന്ന നല്ല ഇന്ത്യയിൽ തന്നെ സീനിയറായിട്ടുള്ള കുറേ ഹൻഷി വിനോദ്കുമാർ, ജോഷി സഖീജ്, ജോഷി നൈസാം, ജോഷി മനോജ് മഹാദേവ, അങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യത്തെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൈൽ ബാറിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയും കരാത്തേൻ്റെ മാക്സിമം ലെവലിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ എത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എയിം ചെയ്യുന്നത്. ഗോഷിൻഡോ കുനിബാറിയോ കുബുഡോ എന്ന് പറയുന്നത് വ്യത്യസ്തമല്ല. ഇതെല്ലാം കരാത്തേൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സിസ്റ്റം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഏഷ്യൻ ഫെഡറേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേൾഡ് ബോർഡ് ഞങ്ങൾക്ക് അംഗീകാരം തന്നിട്ടുണ്ട്. ഞങ്ങൾ വിനോദ്കുമാർ ആൻഡ് ജോഷി സഖീജ് ആൻഡ് ജോഷി നൈസാം ആൻഡ് ജോഷി മനോജ് മഹാദേവയാണ് ഏഷ്യൻ ബോഡിയെ നിയന്ത്രിക്കുന്നത്. ഇത് എല്ലാവർക്കും ഈ കരാത്തേൻ്റെ ആയാലും ഗോഷിൻ്റെ ആയാലും കുബുഡോ ആയാലും വേൾഡ് ലെവലിലുള്ള ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. എത്ര ദിവസമാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് മറ്റുള്ള മാർഷൽ ആർട്സിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക? അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ അദ്ദേഹം വയനാട്ടിലാണ് ആദ്യം എത്തിയത്. വയനാട്, തൃശ്ശൂർ, വയനാട്, ട്രിവാൻഡ്രം, അങ്ങനെ ഇത്തവണ 3 സ്ഥലത്തെ ഞങ്ങൾ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിപ്പോൾ മറ്റുള്ള ഇപ്പോൾ ഒരുപാട് നേരത്തെ പറഞ്ഞ കരാട്ടെ ഉണ്ട്, കുബുഡോ ഉണ്ട്, പല മാർഷൽ ആർട്സും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് സൊല്യൂഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് സീരിയസ് ആയിട്ട് മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളുകളെയും അതിനെ സമീപിക്കുന്നവരെയും ഞങ്ങൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള ആളുകൾ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്, കരാത്തെ യൂണിഫോം ഇട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ. എല്ലാവരും ഓരോ സ്റ്റൈലുടെ നാഷണൽ ചീഫാണ്. അദ്ദേഹം ഇതിൻ്റെ ഏഷ്യൻ ചീഫ് മിനിസ്റ്ററാണ് ഷിദുക്കായ് ഷിദയുടെ. അദ്ദേഹം ത്രിപുര ഷോട്ടക്കാൻ്റെ ചീഫാണ്. അദ്ദേഹം കരാട്ടെ ജപ്പാൻ ഫെഡറേഷൻ ഇന്ത്യയുടെ നാഷണൽ ചീഫ് ഇൻസ്ട്രക്ടറാണ്. അപ്പം നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇതിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഒന്നും നോക്കാതെ കൃത്യമായിട്ട് കരാത്തെ അതിൻ്റെ ആർട്ട് എന്ന രൂപത്തിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ നോളജ് അപ്ഡേറ്റ് ചെയ്യും, അത് മറ്റുള്ളവർ പകരും ചെയ്യാൻ മാത്രം, വേറൊരു ഇഷ്യൂ കൂടുതൽ കാര്യങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട ഹൻഷി വിനോദ്കുമാർ. എങ്ങനെയാണ് സംസാരിക്കുക ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പുതിയൊരു മാർഷൽ ആർട്സിലേക്ക് അവർക്കും കൂടെ ചേരണം അല്ലെങ്കിൽ പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളുമായി ബന്ധപ്പെടുക, കോൺടാക്ട് ചെയ്യുക? ഇത് എല്ലാ ജില്ലകളിലും നമ്മളിതിൻ്റെ ബ്രാഞ്ചസ് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ ജോഷി ഗിരീഷ് പെരുന്തട്ട പറഞ്ഞതുപോലെ എല്ലാ മാർഷൽ ആർട്ടിൻ്റെയും പ്രധാനപ്പെട്ട അംശങ്ങളെല്ലാം ചേർത്ത് കൊണ്ടുള്ളൊരു പരിശീലന പദ്ധതിയാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ജോഷി ഗിരീഷ് പെരുന്തട്ട ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പൊളിറ്റിക്സ് ഒന്നുമില്ലാതെ കരാത്തെ അതുപോലെ മാർഷൽ ആർട്ട് പൊതുജനങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാവാം, എങ്ങനെ ഇതിനെ അവർക്ക് പ്രയോജനപ്പെടുത്താമെന്നുള്ളത് ആലോചിച്ച് ഞങ്ങളിതിനെ എല്ലാത്തിനെയും സ്വാംശീകരിച്ചുകൊണ്ടുള്ളൊരു പരിശീലന പദ്ധതിയാണ് ഇതിനകത്ത് കാണുന്നത്. എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം, കുറച്ചുകൂടെ സുതാര്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മലയാള ജനത ന്യൂസ് ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ വാർത്തകൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ഹാൻഷി വിനോദ് കുമാറാണ്. ഇതിന് അധ്യക്ഷത വഹിച്ചത് സക്കീർ ഹുസൈൻ. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകുന്നത് കിയോഷി ഗിരീഷ് എന്നാണ്. എന്തായാലും യൂറോപ്പിൽ നിന്നാണ് ഈ പറഞ്ഞ ഹാൻഷി ജോഹാൻ ബാഗ്മാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഞാനടക്കമുള്ള ആളുകൾക്ക് പുതിയൊരു ഭാവം ചിലപ്പോൾ ഈ മാർഷൽ ആർട്സ് വഴി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയാലും അത് നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കാനും ആരോഗ്യമുള്ളൊരു തലമുറ വാർത്തെടുക്കാനും ഈ ഒരു മാർഷൽ ആർട്സ് കൊണ്ട് കഴിയും. പ്രത്യേകിച്ച് സ്കൂൾ ഗെയിംസിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ പ്രാധാന്യം കുട്ടികൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ലൈവിടെ വൈൻഡിപ്പാണ് നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത്. കനവിട ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്യുക.